ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവിതാംകൂറും അതിൻ്റെ ചരിത്രവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തോടുകൂടി ഈ ഒരു എന്താ പറയുക, തിരുവിതാംകൂർ എന്നുള്ളൊരു ഭാഗം കഴിയുകയാണ്. ശ്രീമൂലം തിരുനാൾ, അതുപോലെ റാണി സേതു ലക്ഷ്മിബായി, പിന്നെ ശ്രീ ചിത്തിര തിരുനാൾ, ഈ 3 പേരെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രീമൂലം തിരുനാൾ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഇതൊക്കെ പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ സമർപ്പിച്ചത് ആയിക്കാണ് ശ്രീമൂലം തിരുനാളിനാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വേർപ്പെടുത്തിയ സമയത്ത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച സമയത്ത് 1896 തിരുവിതാംകൂർ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ സമയത്ത് തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിത ആരായിരുന്നു? മേരി പുന്നൻ ലൂക്കോസ്. ഓക്കെ. മലയാളി മെമ്മോറിയൽ എപ്പോഴാണ് നടന്നത്? 1891. മലയാളി മെമ്മോറിയൽ 1891. എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ ഒക്കെ നടന്നിട്ടുള്ളത് 1896. ഓക്കെ, ഈ രണ്ടും നടന്നത് 1896. ഇവ സമർപ്പിക്കപ്പെടുമ്പോഴുള്ള രാജാവാണ് നമ്മുടെ ശ്രീമൂലം തിരുനാൾ. ഓക്കെ, നെക്സ്റ്റ്, റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം മാറ്റി വേർപെടുത്തി ഒരു മൂലക്കേക്കാക്കിയത് മൂലം തിരുനാളാണെന്ന് ആലോചിച്ചാൽ മതി. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയിട്ട് ദേവസ്വത്തെ ഒരു മൂലക്കേക്കാക്കിയത് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണെന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് 1886 കൊല്ലം ഇത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്, ഈ ഒപ്പുവെച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീ വിശാഖം തിരുനാൾ എൻ്റെ എന്താ പറയുക, പിന്നെ ഹൃദയരക്തം കൊണ്ട് എഴുതിയത് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് എഴുതി തയ്യാറാക്കിയത് വിശാഖം തിരുനാളാണ്, എങ്കിൽ അത് ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ ഒപ്പിടുന്നതൊക്കെ ഒരു മൂലയിലിരുന്നിട്ടാണ് ഒപ്പിടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രീമൂലം തിരുനാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒപ്പിടുന്നത് ഒരു മൂലക്ക് നിന്നിട്ടാണ്, മൂലക്കാരും കാണാതെ മൂലക്കിരുന്നിട്ടാണ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ശ്രീമൂലം തിരുനാൾ, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാൾ. നെക്സ്റ്റ്, 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവായിരുന്നു. ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവ്. അതെന്താണ്? ജന്മിയും കുടിയാന്മാരും ഒക്കെ എന്താണ്? ഈ ജന്മിമാർ വരുന്ന സമയത്ത് കുടിയാന്മാർ അവർ മുന്നിൽ പോയി നിൽക്കാൻ പാടില്ലല്ലോ, അവരൊരു മൂലക്ക് പോയി നിൽക്കണം എന്ന് ആലോചിച്ചാൽ മതി. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ സമയത്ത് രാജാവ് ആരെന്ന് ചോദിച്ചാൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആണല്ലോ. ജന്മിനെ കാണുമ്പോൾ കുടിയാൻ എന്ത് ചെയ്യണം? ഒരു മൂലക്ക് പോയി നിൽക്കണം, അവരടുത്ത് പോകാൻ പാടില്ല. അങ്ങനെ ശ്രീമൂലം തിരുനാളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. തിരുവിതാംകൂറിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. 1888 മാർച്ച് 30 ആദ്യത്തെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 8 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് പറയാം. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 മാർച്ച് 30 ആരംഭിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, 1888 തിരുവിതാംകൂർ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 8. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിത, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിതയാണ് ആര്? മേരി പുന്നൻ ലൂക്കോസ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. ഓക്കെ, നെക്സ്റ്റ്, ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് 1904. അതെങ്ങനെ ആലോചിക്കാം? ശ്രീമൂലം പ്രജാസഭയല്ലേ, അപ്പോൾ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര മൂലയുണ്ട്? 4 മൂലയാണല്ലോ ഉള്ളത്. അപ്പോൾ 4ഉമായിട്ട് കണക്ട് ചെയ്യാം. 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് 1904.
നെക്സ്റ്റ് പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു രാജാവായിട്ടുണ്ടായിരുന്നത്. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടന്നത്. അത് നടക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു രാജാവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഈ അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിന് എതിരെ എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് നടന്ന ഒരു സമരമാണ്, പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിക്കുന്നതിന് എതിരെ എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞിട്ട്, അതാണ് പൗരസമത്വവാദം. പൗരന്മാരെയൊക്കെ സമത്വമായിട്ട് കാണാം, അല്ലേ, സമമായിട്ട് കാണാം. തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു 1919 പൗരസമത്വവാദ പ്രക്ഷോഭം. ഇത് 1919 മുതൽ ഏകദേശം 1922 വരെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് കേട്ടോ. നെക്സ്റ്റ്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ ആരായിരുന്നു? മൂലം തിരുനാളായിരുന്നു. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തി ഒരു മൂലക്കേക്ക് ആക്കുകയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. നാട് കടത്തിയിട്ട് ഏതെങ്കിലും ഒരു മൂലക്കേക്ക് ആക്കിയതാണെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്കിത് കിട്ടും. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ രാജാവ്. ഓക്കെ, ഈ പോയിന്റ് പറഞ്ഞില്ല അല്ലേ? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ, വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു രാജാവ്? മൂലം തിരുനാളായിരുന്നു രാജാവ്. ഓക്കെ, നെക്സ്റ്റ്, കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത്, കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് ഈ കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. ഓക്കെ, നെക്സ്റ്റ്, വിക്ടോറിയ ജൂബിലി ടൗൺ പണി കഴിപ്പിച്ചു. വിക്ടോറിയ ജൂബിലി ടൗൺ പണി കഴിപ്പിച്ചു. ലാസ്റ്റ് പോയിന്റ്, തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ വരുന്ന സമയത്ത് ആരായിരുന്നു? മൂലം തിരുനാളായിരുന്നു. അതെങ്ങനെ കണക്ട് ചെയ്യാം? റെയിൽവേ ലൈൻ ആണല്ലോ. അപ്പോൾ ഒരു മൂലക്ക് നിന്ന് മറ്റൊരു മൂലക്കേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ റെയിൽവേനെ ആശ്രയിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഒരു മൂലക്ക് നിന്ന് മറ്റൊരു മൂലക്കേക്ക് എത്താനാണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ. എന്നിട്ട് വായിക്കാം, ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത്. ശ്രീമൂലം പ്രജാസഭയാണല്ലോ, 4 മൂലയുണ്ട് പറഞ്ഞു. 1904 പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ, വൈക്കം സത്യാഗ്രഹം 1924 നടക്കുമ്പോൾ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ മൂലക്കേക്കാണ് നാട് കടത്തിയെന്ന് ആലോചിക്കുക. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത്. ഓക്കെ, ദെൻ തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. ടി രാമറാവു നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ എന്നല്ലേ? അപ്പൊ ഈ രാമൻ ഒക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര നിയമമൊക്കെ അറിയുന്ന ഒരു രാജാവായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. രാമൻ, രാമറാവു, രാമൻ കൃഷ്ണനൊക്കെ ഇല്ലേ? അപ്പൊ അതിൽ രാമനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങ് ദിവാന്റെ പേരാണ് ചോദിക്കുന്നത്. ദിവാൻ എന്ന് പറയുമ്പോൾ രാമറാവു, രാമനാണെന്ന് കണക്ട് ചെയ്താൽ മതി. ഈ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്തത് രാമനാണ്, രാമറാവു ആണെന്നൊക്കെ കണക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, വിക്ടോറിയ ജൂബിലി ടൗൺ പണി കഴിപ്പിച്ചു. തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ വന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. റാണി സേതു ലക്ഷ്മിബായി. റാണി സേതു ലക്ഷ്മിബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചു. വർത്തമാന പത്ര നിയമം പാസാക്കി. മക്കത്തായ സമ്പ്രദായം, മരുമക്കത്തായം കളഞ്ഞിട്ട് മക്കത്തായ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിച്ചു. നിലവിൽ വന്നു. മൃഗബലി നിരോധിച്ചു. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ, തിരുവിതാംകൂറിൽ വൈദ്യുതീകരിച്ച സമയത്ത് ദിവാൻ വാട്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു, WC വാട്സ് അങ്ങനെ എന്തോ ആണ് കേട്ടോ, ഗാന്ധിജി സന്ദർശിച്ചത് 1925. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഈ കോഡുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഈ ഭാഗം. റാണി സേതു ലക്ഷ്മിബായി എന്നാണല്ലോ. അപ്പോൾ റാണി സേതു എന്ന് പറയുമ്പോൾ ഞാൻ സേതുരാമയ്യ CBI എന്നാണ് എടുത്തിട്ടുള്ളത്. സേതുരാമയ്യർ CBI. ഓക്കെ, അപ്പോൾ ഈ ദേവദാസി സമ്പ്രദായമൊക്കെ നിർത്തലാക്കി. ആര്യ സേതുരാമയ്യ CBI എന്ന് പറയുമ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ എന്താ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്
സേതുലക്ഷ്മി ബായിയാണ്. ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. കാരണം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചാൽ മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ പറ്റൂ. അവർക്ക് സേതുരാമയ്യ CBIക്ക് അന്വേഷിക്കാൻ ഗ്രാമപഞ്ചായത്തിലൊക്കെ പോകണ്ടേ. അപ്പം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. അപ്പം അതുവഴി അന്വേഷിക്കാനാണ് ഇവരുടെ പ്ലാൻ. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് മതി. ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് സേതുവിനാണ്. വൈക്കം സത്യാഗ്രഹം വരുന്ന സമയത്ത് പിന്നെ ആരായിരുന്നു? മൂലം തിരുനാളായിരുന്നു. എന്നാൽ നിവേദനം സമർപ്പിച്ച സമയത്ത് സേതുലക്ഷ്മി ബായി ആയിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വർത്തമാനപത്ര നിയമം പാസ്സാക്കി. ഇതങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ സേതുരാമയ്യ CBI എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സേതുരാമയ്യ CBI ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലൊക്കെ വരാറുണ്ട്, വാർത്തയിലൊക്കെ വരാറുണ്ട് എന്നൊക്കെ വിചാരിച്ചാൽ മതി. വാർത്തയിലൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ വർത്തമാനപത്ര നിയമം പാസ്സാക്കി. നെക്സ്റ്റ് മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നു. അതായത് മരുമക്കത്തായായിരുന്നു അത്ര വരെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് മക്കത്തായ സമ്പ്രദായം, നല്ലൊരു മക്കത്തായ സമ്പ്രദായം, മക്കൾക്ക് സ്വത്ത് കിട്ടുക എന്നുള്ളൊരു സിസ്റ്റമാണത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? റാണി സേതുലക്ഷ്മി ബായി ആണെന്ന് അറിയിക്കുക. മൃഗബലി നിരോധിച്ചു. ആരാണ്? നമ്മുടെ CBI ആണ് കേട്ടോ. CBI, സേതുരാമയ്യ CBI മൃഗബലിയൊക്കെ നിരോധിച്ചു. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവയൊക്കെ നടക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് തിരുവിതാംകൂറിൽ വൈദ്യുതീകരിച്ച സമയത്ത്, കാരണം ഇവർക്ക് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കണമല്ലോ CBIക്ക്, സേതുരാമയ്യ CBIക്ക്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ എന്താ വേണ്ടത്? തിരുവിതാംകൂറിൽ എന്താണ് വൈദ്യുതിയൊക്കെ വേണം, ലൈറ്റൊക്കെ വേണം, നല്ല തെളിവൊക്കെ ലഭിക്കുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. തിരുവിതാംകൂറിൽ വൈദ്യുതീകരിച്ച സമയത്ത് ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു. നെക്സ്റ്റ് ദിവാൻ വാർഡ്സ് ആണ്. ME വാർഡ്സ് ആണ് കേട്ടോ. ME വാർഡ്സ്. ഓക്കെ, ആരാണ്? റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്തെ ദിവാൻ എന്ന് പറയുന്നത് വാർഡ്സ് ആണ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്, സേതു പറയുമ്പോൾ സേതുരാമയ്യ CBI അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷൊക്കെ അറിയാലോ. അപ്പോൾ അയാളെ എല്ലായിടത്തും പോയിട്ട് ചോദിക്കും വാട്ട്സ് മാറ്റർ എന്നൊക്കെ ചോദിക്കുന്നു ആലോചിക്കുക. അപ്പോൾ സേതുരാമയ്യർ CBI എന്താ ചോദിക്കുക? ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വാട്ട്സ് മാറ്റർ എന്നൊക്കെ ചോദിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ വാട്ട്സ് ഒക്കെ ഇംഗ്ലീഷൊക്കെ പറയുന്നത് സേതുരാമയ്യർ CBI ആണ്. സേതുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദിവാൻ എന്താണ്? ME വാർഡ്സ്. ഗാന്ധിജി സന്ദർശിച്ചത് അല്ലേ. അപ്പോൾ ഗാന്ധിജി 25 റാണി സേതുലക്ഷ്മി ബായിയെ സന്ദർശിച്ചിട്ടുണ്ട്. 25. അപ്പോൾ ഗാന്ധിജി കേരളത്തിലേക്ക് വന്നത് 5 തവണയാണ്. അപ്പോൾ 20, 25, 27, 34, 37 ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. നമുക്ക് വേറൊരു സെക്ഷനിൽ എടുക്കാം. ഈ 5 ഇയേഴ്സും പഠിക്കണം. ഈ ഇയറിൽ ഗാന്ധിജി കേരളത്തിൽ വന്ന സമയത്ത് എന്തൊക്കെ നടന്നു, ആരൊക്കെ കണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അത് പിന്നീടൊരു സെക്ഷനിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റാണി സേതുലക്ഷ്മി ബായി ആണ് അല്ലേ. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത്. വർത്തമാനപത്ര നിയമം പാസ്സാക്കി. മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നു. മൃഗബലി നിരോധിച്ചു. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ, തിരുവിതാംകൂറിൽ വൈദ്യുതീകരിച്ച സമയത്ത് വാട്ട്സ് ആണ് ദിവാൻ. ഗാന്ധിജി സന്ദർശിച്ചത് 1925. ഓക്കെ, ഗാന്ധിജി 2ാം തവണ വന്നതാണ് കേട്ടോ. കേരളത്തിൽ 2ാം തവണ വന്നപ്പോഴാണ് റാണി സേതുലക്ഷ്മി ബായിയെ എന്ത് ചെയ്തത്? കണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, അവസാന ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. കടൽ യാത്ര നടത്തി. പോപ്പിനെ സന്ദർശിച്ചു. നെല്ലിക്കാംപട്ടി ഗെയിം സാങ്ച്വറി ഉണ്ടായ സമയത്ത് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖൻ. വധശിക്ഷ നിർത്തലാക്കി. പുന്നപ്ര വയലാർ സമര കാലത്ത് ഇദ്ദേഹമായിരുന്നു രാജാവ്. പ്രായപൂർത്തി, വോട്ടവകാശം ഏർപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത് ശ്രീ ചിത്തിര തിരുനാൾ എന്നാണല്ലോ. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുമ്പോൾ ചിത്തിര എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടാണ് വരുന്നത്. പണ്ടത്തെ ഒരു പാട്ടില്ലേ, ചിത്തിരത്തോണിയിലക്കരെ പോവാനെത്തിടാമോ പെണ്ണെ, ആ ഒരു പാട്ടില്ലേ. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചിത്തിരത്തോണിയിൽ അക്കരെ പോവാം അല്ലെ, അക്കരെ പോവാന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുഴ കടന്നോ കടൽ കടന്നോ അക്കരെ പോകുന്ന ഒരു വ്യക്തിയാണ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ആ പാട്ടാണ് നിങ്ങൾക്ക് ചിത്തിര എന്ന് പറയുമ്പോൾ വരേണ്ടത് കേട്ടോ. അപ്പോൾ ചിത്തിര തോണിയിൽ അക്കരെ പോവാം. അപ്പോൾ ഒരു തോണിയിൽ അക്കരെ പോകുന്ന ഒരു വ്യക്തി
അത് നിങ്ങളെ മനസ്സിലുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് കാര്യം പറയാം. ഓക്കെ, അവസാന ഭരണാധികാരിയാണ് ഇദ്ദേഹം. തിരുവിതാംകൂറിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ്. തിരുവിതാംകൂറിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ഈ ചിത്തിരത്തോണിയിൽ അക്കരെ പോകുന്നത് വ്യവസായത്തിനാണ്, എന്തോ ഒരു വ്യവസായത്തിൻ്റെ കാര്യത്തിനാണ് പോകുന്നതെന്ന് വിചാരിക്കുക. എന്തിനാണ്? വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ്. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. കടൽ യാത്ര നടത്തി. അപ്പോൾ ചിത്തിരത്തോണിയിൽ അക്കരെ പോകുന്നത് എന്താണ്? കടലിലൂടെയാണ്, കടൽ യാത്രയാണെന്ന് കണക്ട് ചെയ്യുക. കടൽ യാത്ര നടത്തി. അപ്പോൾ കടൽ യാത്ര നടത്തിയത് എവിടെ എത്തി? പോപ്പിനെ സന്ദർശിച്ചു അല്ലേ? കടൽ യാത്ര നടത്തി അങ്ങ് പോയിട്ട് പോപ്പിൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെ പോപ്പിനെ സന്ദർശിച്ചു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ശ്രീ ചിത്തിര തിരുനാളാണ് നമ്മൾ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ അല്ലേ? അപ്പോൾ ആ സോങ് മനസ്സിൽ വരിക. അപ്പോൾ എന്തിനാണ് പോകുന്നത്? വ്യവസായത്തിനാണ് പോകുന്നത്. വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ്. അപ്പോൾ കടലിലൂടെയാണ് പോകുന്നത്. കടൽ യാത്ര നടത്തി. അവിടെ എന്ത് കണ്ടു? അക്കരെ എത്തിയിട്ട് പോപ്പിനെയാണ് സന്ദർശിച്ചത്. പോപ്പിനെ കണ്ടു, പോപ്പിനെ സന്ദർശിച്ചു. അപ്പോൾ ഇദ്ദേഹം പോകുന്നത് കടൽ യാത്രയാണല്ലേ, ഇത്രയും ദൂരമല്ലേ പോകുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് നെല്ലിക്ക കൂടി കരുതിയിട്ടുണ്ടെന്ന് ആലോചിക്കുക. നെല്ലിക്ക വെട്ടി ഗെയിം സാങ്ച്വറി. അത് വന്ന സമയത്തും ആരായിരുന്നു? ചിത്തിര തിരുനാളായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ കോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം. ശ്രീ ചിത്തിര തിരുനാൾ, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ അല്ലേ? അപ്പോൾ അക്കരെ പോകുന്നത് കടൽ കടന്നിട്ട് അക്കരെ പോകുന്നത് വ്യവസായത്തിനാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ എന്തും കൂടി കണ്ടു? പോപ്പിനെ കൂടി സന്ദർശിച്ചു. കയ്യിൽ നെല്ലിക്കയുടെ പെട്ടി ഉണ്ടായിരുന്നു. നെല്ലിക്ക പെട്ടി ഗെയിം സാങ്ച്വറി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖനാണ്. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖൻ എപ്പോഴാണ്? 49-ലാണ് കേട്ടോ. 49. വധശിക്ഷ നിർത്തലാക്കി. പുന്നപ്ര വയലാർ സമരകാലത്ത്. ഓക്കെ, പുന്നപ്ര വയലാർ സമരകാലത്ത് ചിത്തിര തിരുനാളായിരുന്നു രാജാവായിട്ടുണ്ടായിരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രായപൂർത്തി വോട്ടവകാശം. അതെങ്ങനെയാലേക്കുക? ഈ പ്രായപൂർത്തിയായ ആൾക്കാർ മാത്രമേ ഈ ചിത്തിരത്തോണിയിൽ അക്കരെ പോകൂ എന്നൊക്കെ വിചാരിക്കുക. അതായത് കുട്ടികളൊന്നും പോകില്ലല്ലോ ഒറ്റയ്ക്ക്. അപ്പം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കടലൊക്കെ കടന്ന് അക്കരെ പോകാൻ പറ്റുമോ, വ്യവസായമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ മതി. പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു, 2 പേരായിരുന്നു ദിവാൻ ഉണ്ടായിരുന്നത്. മുഹമ്മദ് ഹബീബുള്ളി, CP രാമസ്വാമി അയ്യരും. അപ്പോൾ ആദ്യത്തെ ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. അദ്ദേഹം അത്ര ഫേമസ് അല്ല. എന്നാൽ ഫേമസ് ആയ വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. പ്രശസ്തനായ ദിവാൻ CP രാമസ്വാമി അയ്യർ. ഓക്കെ, തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ഓക്കെ, മൂലം തിരുനാൾ നേരത്തെ കൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചിട്ട് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന് 2 മണ്ഡലങ്ങളാക്കി മാറ്റി. അതായത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു? 2ആയിട്ട് ഭാഗിച്ചു. പരിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ 2ആയിട്ട് ഭാഗിച്ച് 2 ഭാഗമാക്കി. ഒറ്റൊന്നുണ്ടായത് 2 ആക്കിയിട്ട് ഒന്നിന് ശ്രീമൂല അസംബ്ലി എന്നും മറ്റേതിന് ശ്രീമൂല സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2 മണ്ഡലങ്ങളാക്കി മാറ്റി. ഉത്തരവാദ ഭരണ പ്രക്ഷോഭ സമയത്ത് ഇദ്ദേഹമായിരുന്നു ആരായിട്ടുണ്ടായിരുന്നത്? രാജാവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1938 മുതൽ 47 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് വിളംബരം നടത്തിയതാണ്. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. അതായത് പുതിയ ഉത്തരവാദ ഭരണം, അപ്പം നിലവിലുള്ള ഭരണമൊക്കെ മാറ്റി ഒരു പുതിയ ഉത്തരവാദ ഭരണം വേണമെന്ന് പറഞ്ഞത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. എപ്പോഴാണ്? 1947 കേട്ടോ. നെക്സ്റ്റ്, തിരുവിതാംകൂർ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 48-ലാണ്. തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1948 മാർച്ച് 20. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടോ. ഓക്കെ, അംഗങ്ങൾ 120 പേരായിരുന്നു. അപ്പോൾ അതിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ 120 പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ്,
ഫസ്റ്റ് അധ്യക്ഷൻ ഇതിൻ്റെ പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ A.J. ജോൺ ആയിരുന്നു. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ A.J. ജോൺ. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് എവിടുന്നാണ് മരിച്ചത്? കാവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് അന്തരിച്ചത്. 1991 കാവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് അന്തരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ശ്രീ ചിത്ര തിരുനാൾ ഏറ്റവും അവസാനത്തെ രാജാവാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർഷം ഭരണം ഉണ്ടായിരുന്ന രാജാവായിട്ടുണ്ടായിരുന്ന ഭരിച്ചുകൊണ്ടിരുന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1931 മുതൽ 1949 വരെ. ഈ 1949 ലാസ്റ്റ് അവസാനമായി ഇദ്ദേഹം ഭരിച്ചത്. അപ്പോൾ ഈ 49 അദ്ദേഹം എന്തായത് തിരുക്കൊച്ചി സംസ്ഥാനമൊക്കെ വന്നത് 1949. അപ്പോൾ 49 തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ എന്നറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്, ഒന്ന് കണ്ടു പോവുക. ഓക്കെ, പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് ഇനിയിപ്പോൾ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചാൽ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അടുത്ത ക്ലാസ് ഉണ്ടാകുന്നത്. SNDP അതുപോലെ നായർ സർവീസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചായിരിക്കും വരുന്നത്. കോഡുകൾ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിനൊക്കെ കൃതികളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്സാക്കാതിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ അധികം വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.